കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചവസാനിപ്പിച്ചത്. നമ്മളതിൽ കണ്ടത് രാജാവ് കണ്ട സ്വപ്നവും ആ സ്വപ്നം അറിയാതെ വ്യാകുലപ്പെടുന്ന രാജാവും അത് വ്യാഖ്യാനിക്കപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന രാജാവിനെ കാണാൻ കഴിയുന്നത്. അതിനോടനുബന്ധിച്ച് രാജാവ് പലരെയും വിളിച്ചു കൂട്ടുന്നു. ആർക്കും സ്വപ്നം റീകളക്ട് ചെയ്യുവാൻ കഴിയാതെ പോകുന്നു. എന്നാൽ അത് ദാനിയേലും കൂട്ടരുടെയും അത് അഫക്റ്റ് ആകുന്നു. അവർ വാസ്തവത്തിൽ ഈ മന്ത്രവാദികളുടെയോ ലക്ഷണം പറയുന്നവരുടെയോ ഒന്നും കൂട്ടത്തിൽ പെട്ടവരല്ല. അവരെ അവിടെ കൊണ്ടുപോയി ട്രെയിനിങ്ങിന് കയറ്റിയതേ ഉള്ളൂ. പക്ഷെങ്കിൽ അവരുടെ മേലും വന്നു, നിങ്ങളും ആ കൂട്ടത്തിലുണ്ട്, പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അത് രാജാസന്നിധിയിൽ അറിയിക്കുന്നു. അത് വരുവാൻ പോകുന്ന ലോക സംഭവങ്ങളെക്കുറിച്ചും ലോക ഭരണത്തെക്കുറിച്ചും അവസാനം ലോകത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതായ ഒരു വ്യക്തമായ ഒരു ദൈവിക ദർശനമായിരുന്നത്. നെബൂഖദ്നേസറിന്റെ കാലഘട്ടം മുതൽ ഇനി അനന്തവിദൂര ഭാവിയിൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു പ്രവചനീയമാകുന്ന സ്വപ്നമായിരുന്നു. അത് രാജാവിൻ്റെ മുമ്പിൽ ദാനിയേൽ വിശദീകരിച്ച് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ദാനിയേലിനോട് നെബൂഖദ്നേസർ ഇഷ്ടം തോന്നി. അവൻ്റെ മുമ്പിൽ നെബൂഖദ്നേസർ സാഷ്ടാംഗം വീണു. ഒരു ചക്രവർത്തി, ഒരു സാമ്രാജ്യ സ്ഥാപകൻ, ഒരു ചക്രവർത്തിയായിരിക്കുന്നവൻ, ആരുടെ മുമ്പിൽ മുട്ടുകുത്താത്ത ഒരുത്തൻ, ദൈവിക ദർശനങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത ദാനിയേലിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. വെറും ഒരു അടിമ ചെറുക്കനാകുന്ന ദാനിയേലിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു നെബൂഖദ്നേസറിനെ കാണാൻ കഴിയുന്നത്. രണ്ടാമത് പറയുന്നു, നിങ്ങളുടെ ദൈവം ദേവന്മാരുടെ ദൈവമാണ്, എല്ലാ ദൈവങ്ങൾക്കും മീതെയുള്ളവനാണെന്ന് പറയുന്നു. തുടർന്ന് ദാനിയേലിന് സ്ഥാനക്കയറ്റം കൊടുക്കുന്നു. ദാനിയേലിന്റെ ശുപാർശയാൽ അവരുടെ സഹോദരങ്ങൾക്കും സ്ഥാനക്കയറ്റം കൊടുക്കുകയും ദാനിയേലിനെ ആ രാജാവിൻ്റെ കോവിലകത്ത് തന്നെ പാർക്കുവാനുള്ള ക്രമീകരണം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ, അടിമകളായി വന്ന ഈ 4 പേരും ദേശത്തെ പ്രധാന ദേശാധിപതികളായി മാറ്റുന്നു. ദാനിയേലിന് അതിനേക്കാൾ കുറെ കൂടെ പവർ നൽകുന്നതായി കാണുന്നുണ്ട്. നമുക്കിനിയും 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 3-ാമത്തെ അധ്യായം അതിന് 1 മുതൽ 3 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി, അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരാ സമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നു കൂടുവാൻ ആളയച്ചു. അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും
മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിന്റെ മുമ്പാകെ നിന്നു. ഓക്കെ, നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു സ്വർണ്ണ ബിംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2-ാം അധ്യായവും ഈ 3-ാം അധ്യായവും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അല്പം സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് തോന്നും, എന്നാൽ ഒത്തിരി വ്യത്യസ്തമാണ്. 2-ാം അധ്യായത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് 3-ാം അധ്യായം. ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിന് തുടർച്ചയായിട്ട് 3-ാമത്തെ അധ്യായം എഴുതിയാലും നടന്ന സംഭവങ്ങൾ തമ്മിൽ ഒരു വലിയ കാലഘട്ടത്തിന് വ്യത്യാസമുള്ളതായിട്ട് കാണാൻ കഴിയും. അത് പുറകെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ആ ഭാഗം പറഞ്ഞു തരാം. ഇത് രണ്ടും വ്യത്യാസമുണ്ടെന്ന് പറയാൻ കാര്യം, 2 പുസ്തകങ്ങളിലും 2 അധ്യായങ്ങളിലും ബിംബത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ 2-ാം അധ്യായത്തിലെ ബിംബം എന്ന് പറയുമ്പോൾ സ്വപ്നം കണ്ട ബിംബമാണ്, സ്വപ്നത്തിൽ കണ്ടതാണ്. അത് ഒറ്റ മെറ്റീരിയൽ അല്ല, പലതരത്തിലുള്ളതായ മെറ്റീരിയനാൽ വസ്തുക്കൾ ഉപയോഗിച്ച് പണിത ഒരു ബിംബം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വയസ്സിൽ അവിടെ വായിക്കുന്ന 31-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറി വിശേഷമുള്ളതായ ഒരു ബിംബം എന്ന് പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ 60 മുഴം നീളവും 6 മുഴം വീതിയുമുള്ള ഒരു ബിംബം. ഏകദേശം ഘടനകൾ തുല്യമാണ്, എന്നാൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലുകൾക്ക് വ്യത്യാസമുണ്ട്. ഇനിയും 2-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നു, നിങ്ങളുടെ ദൈവം ദേവന്മാരുടെ ദൈവമാണെന്നും എന്നൊക്കെ പറഞ്ഞ് ദാനിയേലിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവിൻ്റെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം വന്നു. അത് മാറ്റങ്ങൾ സംഭവിച്ചു. 2-ാം അധ്യായത്തിൽ നിങ്ങളുടെ ദൈവം ഉന്നതനാണ്, ശ്രേഷ്ഠനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അത് നേരെ മറന്നു, നേരെ അത് മാറിപ്പോയി. ഇനി മറ്റൊന്ന്, 2 ഭാഗത്തും ഞാൻ പറഞ്ഞത് ഈ ബിംബങ്ങളാണ്. ഒന്ന് സ്വപ്നത്തിൽ കണ്ടതും ഒന്ന് രാജാവ് സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ബിംബം. 2-ാം അധ്യായത്തിലെ ബിംബം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭരണത്തെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ വിശാലമാകുന്ന ഒരു സ്വപ്നമായിരുന്നു 2-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് പറയുന്നതല്ല, തികച്ചും മതപരമാകുന്ന ഒരു ബിംബം. ഇങ്ങനെ ചില വ്യത്യാസങ്ങളും സിമിലാരിറ്റീസും 2-ാം അധ്യായവും 3-ാമത്തെ അധ്യായം തമ്മിൽ അല്പമുണ്ട്. എന്നാൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അതിൻ്റെ കാലഘട്ടങ്ങൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ നെബൂഖദ്നേസർ രാജാവ്, ശ്രദ്ധിച്ചു കേൾക്കുക, 2-ാം അധ്യായത്തിൻ്റെ അവസാനം ദാനിയേലിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്നു. നിങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ഇവിടെയും ദേവനാകുന്നു പറയുന്നു. ഇവർക്ക് സ്ഥാനക്കയറ്റങ്ങൾ കൊടുക്കുന്നു. ഒരു നല്ല ഒരനുഭവത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സകലതും മാറിപ്പോകുന്ന കാണുന്നുണ്ട്. ഇപ്പൊ നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബം നാട്ടുന്നു. എല്ലാവരും അതിനു മുമ്പിൽ സാഷ്ടാംഗം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു.
അതിൻ്റെ നീളം 60 മുഴം ഉയരവും അതിൻ്റെ വീതി 6 മുഴം നീളവും വീതിയുമുള്ള ഒരു സ്വർണ്ണ ബിംബമാണത്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ബിംബം. ഇത് വെച്ചിരിക്കുന്നത് ബാബിലോണിലുള്ള ഒരു ദൂരാ സമഭൂമി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ഗ്രൗണ്ട്, ഇത്രയും ലക്ഷം ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ പറ്റിയതായ ഒരു സ്ഥലത്ത് ഇതുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് എപ്പോൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വ്യക്തമായ അറിവില്ല. ഇത് എപ്പോൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരിടയിൽ ഒരു തർക്കമുള്ള വിഷയമാണ്. അതെന്തിനാ എപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചില കാലഘട്ടങ്ങളുടെ ഗ്യാപ്പ് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം തമ്മിൽ ചില കാലഘട്ടങ്ങളുടെ ഗ്യാപ്പ്, അതെന്താണെന്ന് ഞാനത് തെളിയിച്ചു തരാം. ചില ആളുകൾ പറയുന്നത് 2-ാം അധ്യായത്തിലെ സംഭവങ്ങൾക്ക് ഒരല്പം കുറച്ച് സമയത്തിന് ശേഷം 3-ാം അധ്യായം എഴുതപ്പെട്ടു, അതിലെ കാര്യം നടന്നു എന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞ അങ്ങനെയല്ല, ഇത് ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചതെന്ന് ആളുകൾ പറയുന്നു. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം, ദാനിയേൽ ഈ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിന്റെ സ്വപ്നം, ദാനിയേൽ 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ നിർമ്മിച്ച പ്രതിമയും തമ്മിൽ വ്യക്തമായ ഒരു ബന്ധമുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തായാലും 3-ാം അധ്യായത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ബിംബം ദൈവത്തിൻ്റെ പ്രഖ്യാപിത പദ്ധതിക്ക് വിരുദ്ധമായി നെബൂഖദ്നേസർ മനഃപൂർവം ഒരു വലിയ ഗോൾഡൻ ഇമേജ് ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഞാൻ എന്താണെന്ന് തെളിയിക്കാതെ. അപ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല, അതിൻ്റെ പിൻപിൽ അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിൻ്റെ പ്രഖ്യാപിതമാക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് 2-ാം അധ്യായത്തിൽ ആ പ്രഖ്യാപിത പദ്ധതി ആ കണ്ട ദർശനത്തിലൂടെ ദാനിയേൽ വെളിപ്പെടുത്തി കൊടുത്തു. പ്രഖ്യാപിത പദ്ധതി ഇതായിരുന്നു: തങ്കം കൊണ്ടുണ്ടാക്കിയ തല, അത് അങ്ങയുടെ സാമ്രാജ്യത്തെ കാണിക്കുന്നു, അത് അങ്ങയുടെ ഭരണത്തെ കാണിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ കാലഘട്ടം ഒരല്പം കാലഘട്ടമാണത്. അത് ശോഭയുള്ള കാലഘട്ടമാണ്, അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണ്. എന്നാൽ ആ കാലഘട്ടത്തിനൊരു അന്തം വരും, അതിനൊരു അവസാനം വരും. അതിൻ്റെ അവസാനത്തിൽ മറ്റൊരു രാഷ്ട്രം ഉടലെടുക്കും, മറ്റൊരു സാമ്രാജ്യം വരും. ഇതാണ് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമാകുന്ന പദ്ധതി. ഇതാ എന്ന് പറഞ്ഞാൽ, നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭരണവും ആ സാമ്രാജ്യവും നീണ്ട നാൾ നിലനിൽക്കത്തില്ല, ഒരല്പകാലത്തേക്ക് നിൽക്കത്തുള്ളൂ എന്ന് പ്രഖ്യാപിതമാകുന്ന പദ്ധതിയാണ്. ഈ പ്രഖ്യാപിത പദ്ധതിക്ക് വിരുദ്ധമായിട്ട് നെബൂഖദ്നേസർ മനഃപൂർവമായിട്ടാണ് ഈ വലിയ ഗോൾഡൻ സ്റ്റാച്യു ഉണ്ടാക്കിയതെന്ന് വായിക്കുന്നവർ, പഠിക്കുന്ന പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന അങ്ങനെയാണ്. ദൈവം പ്രഖ്യാപിച്ചു, നിന്റെ തങ്കം കൊണ്ടുണ്ടാക്കിയ തല അത് ശോഭയുള്ളതാണ്, നല്ലതാണ്, ഉന്നതമാണ്. പക്ഷേ അതൊരു കാലഘട്ടം, അതിന് നിശ്ചയിച്ചിട്ടുണ്ട്, സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള
ഒരു പോരാട്ടമാണ്. അല്ല, ആമേൻ, ഈ സ്വർണബിംബം എന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഒരു സ്വർണബിംബത്തെ നാട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രഖ്യാപിതമാകുന്ന പദ്ധതിക്ക് വിരുദ്ധമായി ഞാൻ കുറച്ച് കാലഘട്ടത്തേക്കല്ല, ഫുൾ ലോകത്തിലും എൻ്റെ സാമ്രാജ്യം നിലനിൽക്കും എന്ന് കാണിക്കുന്ന നിലയിലാണ് ഈ സ്വർണബിംബം ഉണ്ടാക്കിയതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനിയും അതായത് നെബൂഖദ്നേസറിന്റെ ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ദിവസം ഇനി അവസാനിക്കുകയില്ല എന്നാണ് ഈ ഫുൾ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ഈ സ്റ്റാച്യൂകൾ വെളിപ്പെടുത്തുന്ന ചോദിച്ചാൽ എൻ്റെ രാജ്യഭരണത്തിന് എൻ്റെ സാമ്രാജ്യം അവസാനിക്കുന്നില്ല എന്നാണ്. അതായത് അവൻ കണ്ട സ്വപ്നത്തിൽ കണ്ട ബിംബത്തിൻ്റെ തല മാത്രമേ ഉള്ളൂ. ആ ഭരണം ഒരു കുറച്ച് കാലഘട്ടത്തിലേക്കേ ഉള്ളൂ. അത് അസ്തമിക്കും. അടുത്ത ഒരു രാഷ്ട്രം നിലവിൽ വരും. ഇത് നെബൂഖദ്നേസർ അംഗീകരിക്കാൻ സാധ്യമല്ല, കഴിയത്തില്ല. അതുകൊണ്ട് തൻ്റെ അധികാരം അവസാനിക്കുന്നില്ല, തൻ്റെ സാമ്രാജ്യം അവസാനിക്കുന്നില്ല. ഇതുകൊണ്ട് താൻ അത് വരുത്തി തീർക്കുവാൻ വേണ്ടി ആണ് തൊട്ടടുത്ത 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ സ്റ്റാച്യുവിൻ്റെ കാര്യം അവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സ്വർണ്ണ പ്രതിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് സാധാരണ ഒരു പ്രതിമയല്ല. ഇതൊരു സ്തംഭം പോലെ, ഒരു സ്തൂപം പോലെ ഉണ്ടാക്കിയിരിക്കുന്നു, ടവർ മാതിരി ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ അടിക്കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇതിന് 90 അടി നീളം, 90 ഫീറ്റ്സ് നീളം. മീറ്റർ കണക്കിന് പറയുകയാണെങ്കിൽ 30 മീറ്റർ നീളം. വേദപുസ്തകത്തിൽ, മലയാള വേദപുസ്തകത്തിൽ അത് മുഴക്കണക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 60 മുഴ. എന്നാൽ അത് അടിയിലേക്കും മീറ്ററിലേക്ക് മാറ്റുമ്പോൾ അളവുകൾക്ക് വ്യത്യാസമാണ്. അതുകൊണ്ട് ചില ഇംഗ്ലീഷ് ബൈബിളിൽ വരുമ്പോൾ അവരത് മാറ്റിയായിരിക്കും ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വീതി വന്നിട്ട് 9 അടി അഥവാ 3 മീറ്റർ വീതിയുമുണ്ട്. ഇത്രയും വലുതായതിനാൽ ആളുകൾ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കട്ടിയുള്ള സ്വർണം കൊണ്ട് ഇയാളിത് പണിയുമോ? ഒരുപക്ഷെ വല്ല തടിയിലോ മറ്റും ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ സ്വർണം പൊതിഞ്ഞതായിരിക്കാമെന്ന് ചില കൂട്ടർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ശരി, ഇത് പുരാതന കാലഘട്ടം മുതലുള്ളതായ ഒരു നിർമ്മാണ രീതിയാണിത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വലിയ സ്തംഭങ്ങൾ പോലെയുള്ള ബിംബങ്ങൾ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തവ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള വലിയ സ്റ്റാച്യൂകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി 2-3 വാക്യം ഒന്ന് വായിക്കണ്ടേ നമ്മൾ വായിച്ചല്ലോ. 2-ാമത്തെ 3-ാമത്തെ വാക്യം സൃഷ്ടിക്കുമ്പോൾ രാജാവ് ആരെയൊക്കെയാണ് ക്ഷണിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ക്ഷണിച്ചതെന്നും പറയുന്നുണ്ട്. ആ 2-ാമത്തെ വാക്യം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വന്നുകൂടാൻ ആളയച്ചു. അപ്പോൾ താൽക്കാലികമല്ലിത്. ഇത് ഉണ്ടാക്കിയെടുത്ത് ആ സമഭൂമിയിൽ സ്ഥാപിച്ചിട്ട് എവിടെ നിന്നാലും എല്ലാവരും കാണണം.
ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ എവിടെ നിന്നാലും ഇത് കാണത്തക്ക നിലയിൽ ഉയർത്തി ഇത് പണിതിരിക്കുകയാണ്. എന്നിട്ട് ഇതാണ് ഡെഡിക്കേഷനാണ് ഇത്രയും പേരെ വിളിച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ നടക്കുകയാണ്. ആ വിളിച്ചു കൂട്ടത്തിൽ ആളുകൾ ലിസ്റ്റവിടെ പറയുന്നുണ്ട്. എല്ലാം രാജ്യത്തെ പ്രധാന ആളുകളാണ്. ഒന്ന് പ്രധാന ദേശാധിപന്മാർ, സ്ഥാനാപതിമാർ രണ്ടാമത്തെ, ദേശാധിപന്മാരും ന്യായാധിപന്മാരും ജഡ്ജസ്, അടുത്ത ഭണ്ഡാര വിചാരകന്മാർ, മന്ത്രിമാരെ, മേയർമാരെ, സംസ്ഥാന പാലകന്മാരെ, ഇത്രയും ഓഫീസേഴ്സ് തന്നെയുണ്ട്. അവൾ വലിയ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഡെഡിക്കേഷൻ നടത്തുന്നതൊക്കെ ഈ അടുത്ത ഇടയിലും സംഭവിച്ചായിരുന്നു. അപ്പം ഈ നിലയിൽപ്പെട്ട ആളുകളെയാണ് പ്രധാനമായും വിളിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റു പലരെയും വിളിച്ചിട്ടുണ്ട്. ഇത് എടുത്തു പറയുന്നവരാ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ദാനിയേലും ഉൾപ്പെട്ടിട്ടുണ്ട്. ദാനിയേലിന് കൂടെയുള്ള 3 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം 2-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം വായിച്ചു. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. അപ്പൊ അവൻ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനുമാക്കി നല്ലൊരു ടോപ്പ് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കൂടെയുള്ള ശദ്രക് മേശക് അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്കെല്ലാം മേൽവിചാരകന്മാരാക്കി. അങ്ങനെയാണ് ഈ എബ്രായ ബാലന്മാരും അവിടെ എത്തിച്ചേരാൻ കാരണം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ 2-ാം അധ്യായവും 3-ാം അധ്യായവും നമ്മൾ നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. പറയാനുള്ള കാരണം, ഈ 3-ാം അധ്യായത്തിലെങ്ങും ദാനിയേലിനെ കുറിച്ച് പറയുന്നില്ല. ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ദാനിയേലിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. എബ്രായ ബാലന്മാരായിരിക്കുന്ന ശദ്രക് മേശക് അബേദ്നെഗോവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത് ഈ 3 പേരെയാണ്. ദാനിയേലിനെ ഇവിടെ കാണാൻ കഴിയുന്നില്ല. അവിടെ പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അനേക കാലഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കാം ഇന്നാണ് സംഭവിച്ചതെന്ന് പറയുന്നു. കാരണം 2-ാം അധ്യായത്തിൽ രാജാവ് പറഞ്ഞത് എത്ര കാര്യം അവൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു, നിങ്ങളുടെ ദൈവം സകല ദേവന്മാരുടെ ദേവനാകുന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ മാറ്റം രാജാവിന് സംഭവിക്കുമോ? കഴിഞ്ഞ മാസമൊക്കെയും കഴിഞ്ഞ മാസം ദാനിയേലിനെയും കൂട്ടരെയും പുകഴ്ത്തി ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത മാസം ഇതുപോലൊരു ബിംബം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പറയത്തില്ല. അപ്പോൾ ചില കാലഘട്ടങ്ങളുടെ വ്യത്യാസം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, ദാനിയേൽ ഈ കൂട്ടത്തിൽ കാണുന്നില്ല. 2, 2-ാം അധ്യായം അവസാനിക്കുന്ന തന്നെ രാജാവ് ഈ ബാലന്മാരെക്കുറിച്ചും അവരുടെ ദൈവത്തെക്കുറിച്ചും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും പറഞ്ഞു നിർത്തുന്നത്. സഡൻലി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ചില കാലഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കാം ഈ 3-ാം അധ്യായം എഴുതപ്പെട്ടത് പറയാനുള്ള ഒരു കാരണം അതാണ്. 2 കാരണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവരെയാണ് അവിടെ വിളിച്ചിട്ടുണ്ട്. ഈ വിളിച്ചിരിക്കുന്ന വിവിധ കാറ്റഗറിപ്പെട്ട ഓഫീസേഴ്സാണ്.
ആ രാജ്യത്തെ പാലകന്മാരുണ്ട്, അവിടുത്തെ ദേശത്തെ കാവൽ ചെയ്യുന്ന മെയിൻ ആളുകളുണ്ട്, മന്ത്രിമാരുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാര്, മേയർമാര്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഇവരെല്ലാം രാജാവ് ഈ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ പ്രതിഷ്ഠയ്ക്ക് എല്ലാവരും വരണമെന്നും പറഞ്ഞു. ഈ ആവശ്യം സൂചിപ്പിക്കുന്നത് നെബൂഖദ്നേസർ നാട്ടിൽ ഈ പ്രതിമയെ ആരാധിക്കുന്നത് തനിക്കുള്ള ദൈവത്തോടുള്ള വിശ്വസ്തതയും ഒക്കെയുള്ള ഒരു പരീക്ഷണമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിനി 4 മുതൽ 6 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 4 മുതൽ 6 വാക്യങ്ങൾ. അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണു നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നമ്മൾ ഈ പഠിക്കുന്ന ഭാഗങ്ങൾ ഇന്നത്തെ കാലഘട്ടവുമായിട്ടൊരല്പം നല്ല സാദൃശ്യമുണ്ട്. ഞാനത് പൊതുവെ അതങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നീങ്ങാം. സാദൃശ്യം എന്താണ്, ആ ഭാഗം വരുമ്പോൾ ഞാൻ പറയാം. അവിടെ ഞാൻ ഓരോ ഭാഗവും പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതമല്ല, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളൊക്കെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ പറയപ്പെടുന്നത് ആ സംഗീത ഉപകരണങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റ് ഈ കാലഘട്ടത്തിലെ വാദ്യോപകരണങ്ങളുമായി നമ്മൾ നോക്കുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് എക്സാക്റ്റുമായി പറയുവാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതൊരാശയം എന്ന് ചോദിച്ചാൽ, ഒരു നല്ല ഓർക്കസ്ട്ര അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം മുഴുവൻ ഈ ഓർക്കസ്ട്ര മുഴുവൻ അങ്ങോട്ട് ഓണാക്കി അത് അതിൻ്റെ നിലയിൽ ഫങ്ഷൻ ചെയ്ത് മുൻപോട്ട്, അതിന് മേ ബി അത് വെറുതെ മൂളിക്കുക മാത്രമായിരിക്കത്തില്ല, അതെന്തെങ്കിലും ഇതിനെ പ്രകീർത്തിക്കുന്ന പാട്ടിൻ്റെ ട്യൂണുകളോ അതിൻ്റെ ലിറിക്സോ അതിൻ്റെ കോഡൊക്കെ ആയിരിക്കാം വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് മീട്ടുമ്പോൾ, ഒരുമിച്ച് ഊതുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും വീണ്ടും നമസ്കരിക്കണം. നമുക്കറിയാം, ഈ സംഗീതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാരമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. സംഗീത ഉപകരണങ്ങൾ പലതും നമുക്കറിയാം പല മനുഷ്യരുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ആൾ ദൈവം പറഞ്ഞേക്കുന്നു, സംഗീതത്തിലൂടെ നമുക്ക് ദൈവത്തെ കാണാമെന്നും സംഗീതത്തിലൂടെ പരമോന്നതമാകുന്ന അനുഭവത്തിലെത്താമെന്നും എന്ന് പഠിപ്പിക്കുന്ന ഒരാൾ ദൈവമുണ്ട്. അദ്ദേഹത്തിന് കൂടെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ സംഗീതം ഒരു സൈഡിൽ കൂടെ നല്ലതാണെങ്കിലും മറു സൈഡിൽ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലിമിറ്റുണ്ട്. ലിമിറ്റ് വിട്ടു പോകാൻ പാടില്ല. ഇവിടെ ഇവർ ഈ വാദ്യോപകരണങ്ങളെല്ലാം വീട്ടുമ്പോൾ അവിടെ നിൽക്കുന്ന ജനഹൃദയത്തിൻ്റെ അകത്തെ വികാരത്തെ മൊത്തം ഇളക്കി മറിക്കുന്ന ഒരു നിലയിലുള്ളതാകുന്ന ഒരു ഉപകരണമാണത്. അല്ലെങ്കിൽ പറഞ്ഞാൽ പോരായോ,
ഞാൻ ബെല്ലടിക്കും, അപ്പോൾ വീട് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ മതി. അതല്ല, ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അത്രയും വാദ്യോപകരണങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ട്യൂൺ ചെയ്ത് അങ്ങോട്ട് പാടി തുടങ്ങുമ്പോൾ ജനഹൃദയങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ഓട്ടോമാറ്റിക്കലായി അവൻ അതിനകത്ത് വീഴുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സംഗീതം എപ്പോഴും നല്ലതാണ്, പക്ഷെ ലിമിറ്റ് വിട്ട് പോകല്ലേ എന്ന് പറയാനുള്ള കാരണം അതാണ്. കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ പല സംഗീതങ്ങളും നമ്മെ വഴിതെറ്റിച്ചുകൊണ്ട് പോകും. വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവൈതലിൻ്റെ പ്രതിഷ്ഠയിൽ നിന്നും അവൻ്റെ പാതയിൽ നിന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ അങ്ങനെ അകറ്റിക്കളയുന്ന നിലയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാം സംഗീതമാണെന്ന് പറഞ്ഞ എല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും എല്ലാം ഉൾക്കൊള്ളുവാനും ദൈവമക്കൾ പാടില്ല. ദൈവമക്കൾ നന്നായി ചിന്തിച്ച് ആലോചിച്ച് വേണം ഇതിനൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതും കൈ നീട്ടി സ്വീകരിക്കേണ്ടതും. ഇതൊരു കലയാണ്, സമ്മതിച്ചു. പക്ഷെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം മീട്ടി അങ്ങോട്ട് ചെയ്യുമ്പോൾ, ട്യൂൺ ചെയ്ത് അങ്ങോട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ വികാരത്തെ ഇളക്കിയിട്ട് അവൻ അതിനകത്തേക്ക് അങ്ങ് വീഴുന്ന ഒരു അനുഭവമാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം, വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ ഒരുപാട് ട്യൂണുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കയറി കൂടിയിട്ടുണ്ട്. ആ ട്യൂണുകളൊക്കെ കേട്ടാൽ വാസ്തവത്തിൽ എവിടുന്നോ കടമെടുത്ത ട്യൂണുകളാണ്. അപ്പം അതുകൊണ്ട് ദൈവമക്കൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. എല്ലാ പാട്ടും എല്ലാ സംഗീതവും സംഗീതമാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാതെ അതിനടുത്ത വരികളും എല്ലാം നോക്കിക്കണ്ട് ദൈവജനങ്ങളുടെ അടിസ്ഥാനത്തുള്ളതാണെന്ന് മനസ്സിലാക്കി മാത്രമേ ദൈവമക്കൾ കരം നീട്ടാവൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ ഇതെല്ലാം കൂടെ ഊതുമ്പോൾ, ഫങ്ഷൻ ചെയ്യുമ്പോൾ രാജാവ് പറയുന്നത് വീണ് നമസ്കരിക്കണം. വീണ് നമസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ പറയുന്നുണ്ട്. വീണ് നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചൂളയിൽ നടുവിലേക്ക് എറിയും. ഇത് കൽപ്പനയാണ്. ഈ കൽപ്പന നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ കൽപ്പന ഒരു ഭീഷണിയുടെ കൽപ്പനയാണ്. ഞാൻ ഈ പദങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടമായി നിങ്ങൾ ചിന്തിച്ചോളുക. ഭീഷണിയുടെ ഒരു കൽപ്പനയാണ്. പ്രതിമയെ ആരാധിക്കാൻ വിസമ്മതിക്കരുത്. അങ്ങനെ വിസമ്മതിക്കുന്നവരെ ഒരു മതനിന്ദയായിട്ടും മതകുറ്റകരമായിട്ടും കണക്കാക്കും. അപ്പോൾ മതകുറ്റപരമായും മതനിന്ദയായും കണക്കാക്കുക മാത്രമല്ല, അത് നേരെ കണക്റ്റ് ആക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടമായി ഏകദേശം സാമ്യതയുണ്ട്. ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വിമർശിക്കാൻ പാടില്ല, മറ്റ് മതങ്ങളുടെ ആചാരങ്ങൾ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ മതപരമായി മതനിന്ദയാണെന്ന് പറയുക മാത്രമല്ല, ദ്രോഹ കുറ്റമായി കണ്ടിട്ട് അവർ ജഡ്ജ്മെന്റ് നടത്തും. നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയിലും ഇതുപോലെ സംഭവങ്ങൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും മറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ മതവും രാഷ്ട്രവും തമ്മിൽ കൂട്ടിക്കുഴച്ചു. അപ്പോൾ ഇത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് മുതലേ തുടങ്ങിയത്. ഇദ്ദേഹം അതൊരു മതമാക്കി ആ മതം തൻ്റെ
രാഷ്ട്രീയവുമായി പൊളിറ്റിക്സുമായി യോജിച്ചു, ചേർത്ത് പിടിച്ചു. അപ്പോൾ ഇതാരെങ്കിലും ചെയ്തില്ല എങ്കിൽ അതൊരു മതപരമായ കുറ്റകരമായി മാത്രമല്ല കണ്ടിരുന്നത്, രാജ്യരോഗ കുറ്റമായി കണ്ടിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ വില്ലുണ്ട്. നമുക്ക് നമ്മെ തന്നെ ഇഷ്ടമുള്ളത് ചെയ്യാനും തിന്നാനും കുടിക്കാനുള്ളതായ സ്വാതന്ത്ര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നിട്ടുണ്ട്. നമ്മൾ എവിടെ പോകണമെന്നും എന്തു ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള ഫ്രീ വില്ല് നമുക്കുണ്ട്. നമ്മൾ എന്ത് കുടിക്കണം, അല്ലെങ്കിൽ ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം ചിന്തിക്കുവാനും ചെയ്യുവാനുള്ള ഫ്രീ വില്ല് നമുക്കുണ്ട്. ഇന്നത്തെ കാലഘട്ടം വരുമ്പോൾ അതിനെല്ലാം ഒരു തടസ്സമായി പറഞ്ഞിട്ട് എന്ത് തിന്നണമെന്നുള്ളത് അവർ തീരുമാനിക്കും, എന്ത് കുടിക്കണമെന്ന് അവർ തീരുമാനിക്കും, എന്ത് ചെയ്യണമെന്ന് അത് തീരുമാനിക്കും, ഏത് വിളിക്കണം, ഏതിനെ ആരാധിക്കണം അവർ തീരുമാനിക്കും. അതൊരു മതപരമായ കുറ്റമായിട്ടല്ല കാണുന്നത്, അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് കാണുന്ന നിലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ രാജ്യങ്ങൾ അറിയപ്പെടുന്ന രാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. മതവും പൊളിറ്റിക്സ് തമ്മിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ബാബിലോണിയ ചക്രവർത്തി ചെയ്ത അതേ സിസ്റ്റം ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാകുന്ന തൻ്റെ അധികാരം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഇവിടെ അദ്ദേഹം മതത്തെ ഉപയോഗിക്കുകയാണ്. അതിന്നത്തെ പോലെ പലരും തയ്യാറാകുന്ന രാഷ്ട്രീയക്കാരെ പോലെ നെബൂഖദ്നേസർ ഇപ്പോൾ ചെയ്യുന്നത്. നെബൂഖദ്നേസർ തൻ്റെ രാഷ്ട്രം നിലനിൽക്കണം, തൻ്റെ അധികാരം നിലനിൽക്കണം, തൻ്റെതായിരിക്കുന്ന അധികാരവും പദവികളും നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, താൻ ആത്മീയമാകുന്ന മതപരമാകുന്ന വിഷയത്തിൽ വിശ്വസ്തനാണെന്നും അത് ദേശീയമാകുന്ന അനുഭവത്തിൽ വിശ്വസ്തനാണെന്നും ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഈ ചേർക്കുന്നതിലൂടെയാണ് ചേർത്ത നേരെ രാഷ്ട്രീയമായി അതിടപെടുന്നു. അതുകൊണ്ട് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. തങ്ങളുടേതായിരിക്കുന്ന അധികാരം നിലനിർത്തുവാൻ, തങ്ങളുടേതായിരിക്കുന്ന രാഷ്ട്രം കെട്ടിപ്പടുത്തുയർത്തുവാൻ, തങ്ങളുടേതായിരിക്കുന്ന ആശയങ്ങളും ഐഡിയോളജിയും വളർത്തിയെടുക്കുവാൻ വെറുതെ പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് മതപരമാക്കി മാറ്റി. അത് രാജ്യത്തിലെ രാഷ്ട്രീയമായി കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഭരണം പലയിടത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നെബൂഖദ്നേസർ രാജാവും ചെയ്തത്. അതുകൊണ്ടാണ് വെറുതെ ഒന്നിനെ നാട്ടിയിട്ട് ഇവരെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഡെഡിക്കേഷൻ ടൈമാന്ന് പറഞ്ഞിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കും. പേടിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന കൽപ്പന. അപ്പം ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇനി കൽപ്പന എന്ന് ചോദിച്ചാൽ കത്തുന്ന തീച്ചൂളെ കുറിച്ചാണ് പറയുന്നത്. നിയമസംഘാടകർ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കാത്ത ഒരാളാണ് നെബൂഖദ്നേസർ എന്നാണ് പറയപ്പെടുന്നത്. ഒരു പുരാതന കയ്യെഴുത്ത് പ്രതിയിൽ നെബൂഖദ്നേസറെ കുറിച്ച് പറയുമ്പോൾ താൻ നീതിയിൽ വളരെ അർപ്പണബോധമുള്ളവനും എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും, അത് പൂർണ്ണമായും നടപ്പിൽ വരുത്തിയിരിക്കും. അതാണ് നീതിപൂർവം ചെയ്യുക എന്ന് പറയുന്നത്. അത് രാവും പകലും അദ്ദേഹം പറഞ്ഞ കാര്യം സ്ഥാപിച്ചെടുക്കുവാൻ
അത് നീതിപൂർവ്വം നടപ്പിലാക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും താൻ ചെയ്യും. രാജ്യത്ത് ആരെങ്കിലും കുറ്റം ചെയ്തു, അദ്ദേഹം പറയുന്ന വിധി പുറപ്പെടുവിച്ച് അദ്ദേഹത്തെ സപ്പോസ് ഒരാളെ കൊന്നു എങ്കിൽ, അദ്ദേഹത്തിൻ്റെ കഴുത്ത് അറുത്താണ് കൊല്ലുന്നത് എങ്കിൽ, ജനം കണ്ട് പേടിക്കാൻ വേണ്ടി അതുപോലത്തെ ഒരു പ്രതിമ കല്ലുകൊണ്ടുണ്ടാക്കി അവിടെ സ്ഥാപിക്കും. ഇങ്ങനെ ചെയ്താൽ അവൻ്റെ തല ഇങ്ങനെ വെട്ടും. അപ്പൊ ഈ നിലയിലുള്ള ഒരു രാജാവാണത്. അയാളാണ് പറയുന്നത് കത്തുന്ന തീച്ചൂടയിൽ ഇടും എന്ന് പറയുന്നത്. അതിന് 7ാമത്തെ വാക്യം കൂടി വായിച്ച് നമുക്ക് നിർത്താം. 7ാമത്തെ വാക്യം വായിച്ച്. അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിച്ചു. ഓക്കെ, ജനങ്ങളെല്ലാം ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പോയി ഓർപ്പിച്ചതുപോലെ ജനം വികാരഭരിതരായി മാറുന്നു. ആ സംഗീത ഉപകരണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഫങ്ഷൻ ചെയ്തപ്പോൾ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അങ്ങനെ മഹത്വകരമാകുന്ന ആ പ്രതിഷ്ഠാ കർമ്മത്തിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ അതിൻ്റെ അകത്തങ്ങ് അന്തർലീനമായി മാറി. ആ വിഗ്രഹാരാധനയ്ക്കൊപ്പം സംഗീതം ഉണ്ടായിരുന്നു. അപ്പൊ ആ സംഗീതത്തിലൂടെ ഈ നടത്തപ്പെടുന്ന പ്രതിഷ്ഠാ കർമ്മത്തിൻ്റെ അകത്ത് മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് അന്തർലീനമായി പോയി. വിപുലമായി നന്നായി നിർമ്മിച്ചതുമായ ഒരു സംഗീതത്തിൻ്റെ വലിയൊരു ഇത് സംഗീതത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടിയുള്ള മഹത്തായ അന്തർലീനമാകുന്നൊരു ശക്തിയെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ നമ്മെ ഓർപ്പിച്ചത് ഞാൻ പിന്നെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. എല്ലായിടത്തും പോയി ചെവി കേൾക്കല്ലേ, എല്ലായിടത്തും പോയി നിൽക്കരുത്. നിന്നാൽ ഞാനും നീയും അതിൽ അന്തർലീനമായി പോകും. അതിൽ തിരിച്ചു കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ആവശ്യമില്ലാത്തടത്ത് പോയി നിന്ന് കേൾക്കാൻ നീ പോയാൽ, ഇല്ലാത്തടത്ത് പോയി അതിനെല്ലാം സംബന്ധിക്കാൻ പോയാൽ ഓട്ടോമാറ്റിക്കലി നിന്റെ വികാര മണ്ഡലങ്ങൾ ഇളകും. നീ അതിൽ അന്തർലീനമായി മാറും. നീ അതിൻ്റെ ഒരു അടിമയായി മാറ്റപ്പെടും. അതുകൊണ്ട് ദൈവമക്കൾ വേർപാട് കാണിക്കേണ്ടടുത്ത് ദൈവജനം അത് കാണിച്ചിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, അത് പാടിയത് കൊണ്ട് എന്താ മിസ്റ്റേക്ക്, അത് കണ്ടത് കൊണ്ട് എന്താണ് പ്രോബ്ലം, അത് പോയി ചെയ്തത് കൊണ്ട് എന്താ പ്രയോജനം, അല്ലെ അതിനകത്ത് പോയി ആടിയത് കൊണ്ട് എന്താ പ്രയോജനം, അത് എന്താ നഷ്ടം, എന്ത് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വികാരങ്ങളെ മണ്ഡലം ഇളക്കി ഈ പ്രതിഷ്ഠാ കർമ്മത്തിൻ്റെ അകത്ത് നിന്നെ അതിൻ്റെ അകത്ത് അന്തർലീനമാക്കും ആക്കി എന്നുള്ള കാര്യം ഓർപ്പിക്കണം. അതിൻ്റെ നടുവിലാണ് എബ്രായ ബാലന്മാർ നിന്നത് എന്നും കൂടെ ഞാൻ ഈ തരത്ത് ഓർപ്പിച്ചോളൂ. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ദൈവം ഒന്നിച്ചാൽ അടുത്ത ആഴ്ച ഞാൻ എടുത്തുകൊള്ളാം. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങൾ എവിടെയായിരുന്നാലും, എത്ര ഉന്നതമാകുന്ന സ്ഥാനമായാലും എവിടെയാക്കിയാലും ദൈവജനത്തിനും ദൈവത്തിനും പ്രാധാന്യത കൊടുത്ത് പോകാൻ പാടില്ലാത്തടത്ത് പോകാതെ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതെ, നമ്മൾ ദൈവജനത്തിനും ദൈവത്തിനും ശബ്ദത്തിനും ചെവി കൊടുത്ത് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.